പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പുതിയ വഴിത്തിരിവുകളാണ് സംഭവിച്ചിരിക്കുന്നത്. എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പെൺകുട്ടിയുടെ മൊഴിമാറ്റത്തോടെ കേസ് അപ്രതീക്ഷിത ട്വിസ്റ്റുകളിലൂടെയാണ് കടന്നുപോകുന്നത്. രാഹുലിനെതിരെ മുൻപ് നൽകിയ മൊഴി യുവതി കഴിഞ്ഞ ദിവസം തിരുത്തി പറയുകയായിരുന്നു. ഇതോടെയാണ് കേസിൽ ഹൈക്കോടതിയെ സമീപിക്കാം എന്ന തീരുമാനത്തിലേക്ക് പ്രതിഭാഗം എത്തുന്നത്. ദുർബലമായ കേസാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഈ കേസിൽ രാഹുലിനെ സഹായിച്ചതിന്റെ പേരിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസിൽ പെൺകുട്ടിയുടെ മൊഴിമാറ്റം നിർണായക വഴിത്തിരിവാകുന്നത്. രാഹുലിനെതിരെയുള്ള ആരോപണം സമ്മർദ്ദത്തെ തുടർന്ന് നുണ പറഞ്ഞതാണെന്നാണ് പെൺകുട്ടി പറഞ്ഞത്. എഫ്ഐആർ റദ്ദു ചെയ്യുന്നതിനുള്ള സത്യവാങ്മൂലം പെൺകുട്ടി ഒപ്പിട്ട് നൽകി. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കേസ് അന്വേഷിക്കുന്നതിൽ പോലീസ് തികഞ്ഞ അലംഭാവം കാട്ടിയെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രധാന തെളിവായ വൂണ്ട് സർട്ടിഫിക്കറ്റ് പോലും ഇതുവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതും അഡ്വക്കേറ്റായ ഷമീം വ്യക്തമാക്കിയിരുന്നു. തന്റെ ഭർത്താവും കേസിലെ പ്രതിയുമായ രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോയുമായി പരാതിക്കാരിയായ പെൺകുട്ടി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. മാറി നിന്നതിൽ ദുരൂഹതയില്ലെന്നും മനസമാധാനത്തിന് വേണ്ടിയാണ് മാറി നിന്നത്, താൻ സുരക്ഷിതയാണെന്നും യുവതി അറിയിച്ചു. തന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വീട്ടിൽ നിന്നും മാറി നിന്നത് സമ്മർദ്ദം മൂലമാണെന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ആത്മഹത്യാ ഭീഷണി മൂലമാണ് നുണ പറയേണ്ടി വന്നതെന്നുമാണ് യുവതി വെളിപ്പെടുത്തിയത്. വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു യുവതി രാഹുൽ നിരപരാധിയാണെന്ന് വെളിപ്പെടുത്തിയത്. രാഹുൽ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല, സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല, തന്റെ ആരോപണങ്ങളെല്ലാം നുണയായിരുന്നു. രാഹുൽ നേരത്തെ വിവാഹം കഴിച്ചത് അറിയാമായിരുന്നു, പുറത്തു പറയേണ്ടെന്ന് പറഞ്ഞത് താനാണെന്നും യുവതി പറഞ്ഞു. തനിക്ക് കുറ്റബോധമുണ്ട്, വീട്ടുകാർ പറഞ്ഞതിനാലാണ് ആരോപണം ഉന്നയിച്ചത്. അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം വീട്ടിലേക്ക് മടങ്ങിയത് സമ്മതമില്ലാതെയാണ്. തനിക്ക് രാഹുലേട്ടനൊപ്പം നിൽക്കാനായിരുന്നു താല്പര്യം എന്നിങ്ങനെയാണ് യുവതി സോഷ്യൽ മീഡിയയിൽ വീഡിയോയിലൂടെ പറയുന്നത്. ഇതിനിടെ യുവതിയെ കാണാനില്ലെന്ന് ആരോപണവുമായി സഹോദരൻ രംഗത്തെത്തിയിരുന്നു. യുവതിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മുതൽ വിവരമൊന്നുമില്ല. മെയ് 28-ന് ശേഷം ഒരാഴ്ചയായി ഓഫീസിൽ ചെന്നിട്ടില്ലെന്നും യുവതി നിലപാട് മാറ്റിയത് രാഹുലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാവാമെന്നും സഹോദരൻ പറഞ്ഞു. അതേസമയം പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ ട്വിസ്റ്റുകൾക്ക് ശേഷവും മുൻ നിലപാട് ആവർത്തിക്കുകയാണ് പെൺകുട്ടിയുടെ പിതാവ്. മകൾ മൊഴി മാറ്റിയതിന് പിന്നാലെ പ്രതികരണവുമായി യുവതിയുടെ അച്ഛൻ രംഗത്ത് വന്നിരുന്നു. മകൾ മിസ്സിംഗ് ആണെന്നറിഞ്ഞത് ഇന്നലെയാണെന്ന് അച്ഛൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മകളുമായി ശനിയാഴ്ച വരെ സംസാരിച്ചിരുന്നു. ഞായറാഴ്ചയും തിങ്കളും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ ഓഫീസിലേക്ക് വിളിച്ചു, എന്നാൽ അവിടെ ചെന്നിട്ടില്ലെന്ന് അറിഞ്ഞുവെന്നും അച്ഛൻ വ്യക്തമാക്കി. മകളെ അവർ സമ്മർദ്ദം ചെലുത്തി പറയിപ്പിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. മകൾ അവരുടെ കസ്റ്റഡിയിലാണ്. മാനസികമായി ബുദ്ധിമുട്ടുണ്ട് മകൾക്ക്. ഇനി ഒരു കല്യാണം ഉണ്ടാകുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. ഒരു സമ്മർദ്ദവും കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വീട് കാണലിന് പോയപ്പോൾ കണ്ട മുറിപ്പാടുകളൊക്കെ കണ്ടിട്ടാണ് പരാതി കൊടുത്തത്. അത് മകൾ തിരുത്തി പറഞ്ഞത് സമ്മർദ്ദം കാരണമല്ലാതെ പിന്നെ എന്താണ് സംഭവമെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മകൾ നഷ്ടപ്പെടാൻ പാടില്ല. മകളുടെ വീഡിയോ കണ്ടപ്പോൾ മനസ്സു പിടഞ്ഞുവെന്നും അച്ഛൻ പറഞ്ഞു. ഇക്കഴിഞ്ഞ 3-ാം തീയതിയാണ് മകൾ തിരുവനന്തപുരത്തെ ഓഫീസിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയത്. അതിനുശേഷം 8-ാം തീയതി വരെ മകളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും വിളിച്ചിട്ട് കിട്ടിയില്ല. തുടർന്ന് അവൾ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മാനേജറുമായി ബന്ധപ്പെട്ടപ്പോൾ 3-ാം തീയതി മുതൽ 21-ാം തീയതി വരെ മകൾ അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് മകളെ കാണാനില്ലെന്ന് പരാതി നൽകി. കേസിൽ മകളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും പിടിക്കപ്പെടുമെന്നായപ്പോൾ രാഹുൽ മകളെ സ്വാധീനിച്ചതായിരിക്കാമെന്നും യുവതിയുടെ പിതാവ് ആരോപിക്കുന്നു. രാഹുലിന്റെ വീട്ടിൽ അടുക്കള കാണൽ ചടങ്ങിന് പോയപ്പോൾ തങ്ങൾ കണ്ടതും മകൾ പറഞ്ഞതുമായ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു പോലീസിൽ പരാതി നൽകിയത്. മകളെ നിർബന്ധിക്കുകയോ സമ്മർദ്ദം ചെലുത്തുകയോ ചെയ്തിട്ടില്ല. വളരെ നല്ല രീതിയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. രാഹുലിനെ പിടികൂടാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നതായാണ് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം. അതിനിടയിലാണ് മകളുടെ മൊഴിമാറ്റമെന്നും പിതാവ് വ്യക്തമാക്കി. മകൾ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ കാര്യം മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞതെന്നും അത് രാഹുലിന്റെ സമ്മർദ്ദം കാരണമാണെന്നുമാണ് പിതാവ് പറയുന്നത്. വിവാഹം കഴിച്ച ആളെന്ന നിലയിൽ രാഹുലിനോട് മകൾക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്നുവെന്നും പരാതിക്കാരിയുടെ പിതാവ് പറയുന്നുണ്ട്.
പറവൂർ സ്വദേശിനിയായ നവവധുവാണ് കോഴിക്കോട് പന്തീരങ്കാവിലെ ഭർതൃവീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായതായി പരാതി ഉന്നയിച്ചതും ഇപ്പോൾ തിരുത്തി പറഞ്ഞിരിക്കുന്നതും. സംഭവത്തിൽ പന്തീരങ്കാവ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ഇത് ഗൗരവമായി കണക്കാക്കിയിരുന്നില്ല. കൂടാതെ പ്രതിയായ രാഹുലിനെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് ആദ്യം സ്വീകരിച്ചത്. തുടർന്ന് സംഭവത്തിൽ പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം രൂക്ഷമായതോടെയാണ് കേസിൽ നടപടി ഊർജിതമാക്കിയത്. തുടർന്ന് രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത്തിന് സസ്പെൻഷനും ലഭിച്ചിരുന്നു. യുവതിയുടെ പരാതിയിൽ രാഹുലിന്റെ അമ്മ ഉഷാകുമാരി, സഹോദരിയായ കാർത്തി എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഭർത്താവ് രാഹുൽ ക്രൂരമായി മർദ്ദിച്ചെന്നും ഫോൺ ചാർജർ കഴുത്തിൽ കുരുക്കി ബെൽറ്റ് കൊണ്ട് പുറത്തടിച്ചുവെന്നുമാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ ഇതെല്ലാം ഇപ്പോൾ യുവതി നിഷേധിച്ചിരിക്കുകയാണ്. അതേസമയം പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ അന്വേഷണ സംഘം ഒരാഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം നൽകും. കൂടാതെ മൊഴിമാറ്റം കേസിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്.